നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ മാത്സിൻ്റെ 9th ചാപ്റ്റർ ആയിട്ടുള്ള റേഷ്യോ എന്ന ചാപ്റ്ററാണ്. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. പേജ് നമ്പർ 116 ആദ്യത്തെ ഹെഡിങ് എന്ന് പറയുന്നത് ലെങ്ത് ആൻഡ് വിഡ്ത്ത്, നീളവും വീതിയും. ലുക്ക് അറ്റ് ദീസ് റെക്റ്റാങ്കിൾസ്. താഴെ 3 റെക്റ്റാങ്കിൾസ് താഴെ തന്നിരിക്കുന്ന 3 റെക്റ്റാങ്കിൾസിൽ ആദ്യത്തെ വിഡ്ത്ത് 2 സെൻറ്റിമീറ്ററും ലെങ്ത് 4 സെൻറ്റിമീറ്ററുമാണ്. അടുത്തതിൽ 2.5 സെൻറ്റിമീറ്റർ വിഡ്ത്തും 5 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ്. നെക്സ്റ്റ് 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും 6 സെൻറ്റിമീറ്റർ ലെങ്ത്തുമാണ്. ഈസ് ദർ എനി കോമൺ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത്സ് ആൻഡ് വിഡ്ത്ത് ഓഫ് ഓൾ ദീസ്? ഇതിൻ്റെ എല്ലാം ലെങ്ത്തും വിഡ്ത്തും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കിയേ. 2ൻ്റെ ഡബിൾ അല്ലേ 4 എന്ന് പറയുന്നത്, അതായത് 4ൻ്റെ ഹാഫാണ് 2 എന്ന് പറയുന്നത്. ലെങ്തിൻ്റെ ഹാഫാണ് വിഡ്ത്ത്, വിഡ്ത്തിൻ്റെ ഡബിളാണ് ലെങ്ത്ത്. ഇവിടെയും അതുപോലെ തന്നെയല്ലേ, 5ൻ്റെ ഹാഫാണ് 2.5, 2.5ൻ്റെ ഡബിളാണ് 5. 6ൻ്റെ ഹാഫാണ് 3, 3യുടെ ഡബിളാണ് 6. അപ്പോൾ എന്താണ് റിലേഷൻ? ലെങ്തിൻ്റെ ഹാഫാണ് വിഡ്ത്ത്, വിഡ്ത്തിൻ്റെ ഡബിളാണ് ലെങ്ത്. ഓക്കെ, ഈസ് ദർ എനി കോമൺ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ്ത്സ് ആൻഡ് വിഡ്ത്സ് ഓഫ് ഓൾ ദീസ്? എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. In all these the length is twice the width, right? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇരട്ടിയാണ് വിഡ്ത്തിൻ്റെ ഇരട്ടിയാണ് ലെങ്ത്. We can also say width is half of the length. ലെങ്തിൻ്റെ പകുതിയാണ് വിഡ്ത്ത്. Okay, in the language of mathematics we state that this fact like this. ഈ നമ്മൾ മാത്സിൽ പറയുന്നത് എങ്ങനെയാണ്? In all these rectangle the width and length are the ratio 1:2. മാത്സിൽ നമ്മൾ പറയുന്നത് ഇതിനെ റേഷ്യോയിലാക്കിയാണ് പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? 1:2 എന്നുള്ള റേഷ്യോയിലാണ് പറയുന്നത്. അല്ലെ, വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ളത് 1:2 എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇൻ റൈറ്റിംഗ് വി ഷോർട്ടൺ ദ ഫേസ് 1:2 ആസ് 1:2 എന്നുള്ളതിന് 1:2 എന്നുള്ളതിന് നമ്മൾ ഈ 2 ഡോട്ട് ഇട്ടതിന് ശേഷമാണ് 2 എഴുതുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ഓൾ ദീസ് റെക്റ്റാങ്കിൾസ് ദ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദി റേഷ്യോ 1:2. ഇതിൻ്റെ എല്ലാം റേഷ്യോ എങ്ങനെയാണ്? 1:2. അതായത് ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 4 ആയിരിക്കും, ഇവിടെ 2.5 ആണെങ്കിൽ ഇവിടെ 5 ആയിരിക്കും. അതായത് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും ഇപ്പുറത്തുള്ളത്, ഇതിൻ്റെ ഹാഫ് ആയിരിക്കും ഇപ്പുറത്തുള്ള. അങ്ങനെയാണ് നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായല്ലോ? ഞാൻ നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യാം. In the rectangle of width 1 cm and length 2 cm, the length is twice the width. ലെങ്ത് എന്ന് പറയുന്ന വിഡ്ത്തിൻ്റെ ഇരട്ടിയാണ്. In a rectangle of width 1 meter and length 2 meters also, we have the same relations. So in both these rectangles width and length are in the ratio of 1:2. എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? 1:2 എന്നുള്ള റേഷ്യോയിലാണ് പറയുന്നത്. We can state this in reverse. നമുക്കിതിനെ തിരിച്ചു വേണമെങ്കിലും പറയാം. എങ്ങനെ? In all these rectangles length and width are in the ratio of 2:1. ആദ്യം നമ്മൾ ലെങ്ത് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ 2 ആയിരിക്കും വരുന്നത്, വിഡ്ത്ത് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും. വിഡ്ത്തിനെ കാണിക്കുന്ന നമ്പർ ഏതാണോ അതായിരിക്കും, കാരണം ഇവിടെ ലെങ്ത് അല്ലേ കൂടുതൽ. അപ്പോൾ 6ഉം 2ഉം വരുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നത്? 6നെയും 2വിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? 3 ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്മോളസ്റ്റ് ഫോം 3യും ഇത് 1ഉം ആണ്. അപ്പോൾ 1:3 എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പറയുന്നത്. നേരെ തിരിച്ച് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആണ് പറയുന്നതെങ്കിലോ, ലെങ്ത് ടു വിഡ്ത്ത് ആണ് പറയുന്നതെങ്കിൽ 3:1 ആയിരിക്കും. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദിസ് റെക്റ്റാങ്കിൾ? ഇത് നോക്കിയേ, 1.5ഉം 4.5ഉം സെയിം റേഷ്യോ തന്നെയല്ലേ. ഇൻ ബോത്ത് ദ ലെങ്ത് ഈസ് 3 times ദ വിഡ്ത്ത്. വിഡ്ത്തിൻ്റെ 3 ഇരട്ടിയാണ് ലെങ്ത് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ വിഡ്ത്ത് ടു ലെങ്ത്? വിഡ്ത്തിൽ നിന്ന് ലെങ്തിലേക്കുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? വാട്ട് ഇഫ് ദ വിഡ്ത്ത് ഈസ് 2 cm ആൻഡ് ലെങ്ത് ഈസ് 1 cm? ഹൗ മെനി? What if the width is 2 cm and length is 1 meter? Width 2 cm ലെങ്ത് 1 മീറ്ററും ആണെങ്കിൽ, ഇവിടെ സെൻറ്റിമീറ്ററും മീറ്ററും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട്
യൂണിറ്റിൽ തന്നു കഴിഞ്ഞാൽ അതിനെ രണ്ടിനെ ഒരുമിച്ച് ഒരു യൂണിറ്റാക്കി മാറ്റണം. ഒന്നുകിൽ സെൻറ്റിമീറ്റർ ആക്കണം, അല്ലെങ്കിൽ മീറ്റർ ആക്കുക. ഹൗ മെനി ടൈംസ് ദ വിഡ്ത്ത് ഈസ് ദ ലെങ്ത്? എത്ര പ്രാവശ്യമായിരിക്കും? 1 മീറ്റർ മീൻസ് 100 സെൻറ്റിമീറ്റർ. ഒരു മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ. സോ ഇൻ സച്ച് എ റെക്റ്റാങ്കിൾ ദ റേഷ്യോ ഓഫ് ദ വിഡ്ത്ത് ടു ലെങ്ത് ഈസ് 1:50. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്? 1:50 ആയിരിക്കും ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. നൗ ലുക്ക് അറ്റ് ദീസ് റെക്റ്റാങ്കിൾസ്. ഈ റെക്റ്റാങ്കിൾ നോക്കിയേ. 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ. ഇവിടെ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ 4 സെൻറ്റിമീറ്ററിനെ 6 സെൻറ്റിമീറ്ററിനെ നമുക്ക് ഇവിടെ നോക്കാം. 4ഉം 6ഉം വന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ 4ഉം ഇവിടെ 6ഉം ആണ്. അപ്പോൾ 4നെയും 6നെയും നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് 4 6ഉം വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൻ്റെ ഷോർട്ട് ഫോമിൽ റേഷ്യോ ആക്കി എഴുതുമ്പോഴത്തേക്ക് ഏറ്റവും ഷോർട്ട് ഫോമിലാണ് എഴുതുന്നത്. അപ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും, 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ 2:3 ആയിരിക്കും ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. അടുത്ത നമ്പർ എന്ന് പറയുന്നത് ചെറിയ ബോക്സ് കണ്ടല്ലോ, 1 സെൻറ്റിമീറ്ററും 1.5 സെൻറ്റിമീറ്ററും. ഇവിടെ നമുക്ക് പോയിന്റ് ഇട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 1 സെൻറ്റിമീറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. 1.5 സെൻറ്റിമീറ്ററിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ള റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 5. രണ്ടിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. അപ്പോൾ 10നകത്ത് 5 എത്ര പ്രാവശ്യമുണ്ട്? 2 ടൈംസ് ഈസ് ടു 15നകത്ത് എത്ര പ്രാവശ്യമാണുള്ളത്? 3 ടൈംസ്. അപ്പോൾ ഇത് രണ്ടും സെയിം റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്. 4ഉം 6ഉം അതുപോലെ തന്നെ 10ഉം 15ഉം എന്ന് പറയുന്നത് 2:3. അത് 10 15 അല്ല ഇവിടെ തന്നിരുന്നത് 1ഉം 1.5ഉം. അപ്പോൾ ഏത് റേഷ്യോയിലാണ് 1 and 1.5 വന്നിരിക്കുന്നത്? 2:3 എന്നുള്ള റേഷ്യോ. ഇൻ ബോത്ത് ദ ലെങ്ത് ഈസ് 1.5 ടൈംസ് ദ വിഡ്ത്ത്. അതായത് ലെങ്ത് 1.5 ടൈംസ് ആണ് എന്തിൻ്റെ? വിഡ്ത്തിൻ്റെ. ഹൗ ഡു വി സേ ദിസ് ആസ് റേഷ്യോ? ഈ റേഷ്യോയിൽ എങ്ങനെ പറയാം? വി ക്യാൻ സേ 1 to 1.5, ബട്ട് യൂഷ്വലി വി അവോയ്ഡ് ഫ്രാക്ഷൻ വെൻ വി സ്റ്റേറ്റ് റേഷ്യോ. റേഷ്യോ പറയുമ്പോൾ നമ്മൾ ഫ്രാക്ഷൻ ഒഴിവാക്കിയാണ് പറയുന്നത്. സപ്പോസ് വി ടേക്ക് ദ വിഡ്ത്ത് ആസ് 2 സെൻറ്റിമീറ്റർ. ഈ 1.5ന് പകരം നമ്മൾ 2 സെൻറ്റിമീറ്റർ ആണ് എടുത്തിരുന്നത്. വാട്ട് ഈസ് 1.5 ടൈംസ് 2? 2 സെൻറ്റിമീറ്റർ അല്ലേ? 2 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റർ. So we say that in rectangle of this type, the ratio of width to length is 2 to 3 and right 2:3 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. Can't we say here the ratio is 4:6? ഇത് 4:6 എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? Nothing wrong in it. ഇതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ യൂഷ്വലി റേഷ്യോസ് ആർ സ്റ്റേറ്റഡ് യൂസിങ് ദ ലീസ്റ്റ് പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സ്. നമ്മൾ റേഷ്യോ പറയുന്നത് എപ്പോഴും ലീസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള കൗണ്ടിങ് നമ്പറിലാണ്, ഏറ്റവും ചെറിയ കൗണ്ടിങ് നമ്പറിലാണ് നമ്മൾ റേഷ്യോ പറയാറുള്ളത്. സോ ഹൗ ഡു വി സ്റ്റേറ്റ് യൂസിങ് റേഷ്യോ ദ ഫാക്ട് ദാറ്റ് ദ ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 2.5 ടൈംസ് ഓഫ് ദി വിഡ്ത്ത്. ഓക്കെ, ഇതിൻ്റെ പകുതിയാണെന്നുള്ള 2.5 ആണെന്നുള്ള രീതിയിൽ. ഇഫ് ദ വിഡ്ത്ത് ഈസ് 1 സെൻറ്റിമീറ്റർ ദെൻ ദ ലെങ്ത് ഈസ് 2.5 സെൻറ്റിമീറ്റർ. വാട്ട് ഇഫ് ദ വിഡ്ത്ത് ഈസ് 2 സെൻറ്റിമീറ്റേഴ്സ്? 2 സെൻറ്റിമീറ്റർ ആണെങ്കിലോ ലെങ്ത് വുഡ് ബി 5 സെൻറ്റിമീറ്റർ. ലെങ്ത് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 5 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ വി സേ ദാറ്റ് വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 2 to 5. നമുക്ക് എങ്ങനെ പറയാം? വിഡ്ത്തും ലെങ്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 2:5 ആണെന്ന് പറയാം. വാട്ട് ഇഫ് ദ ലെങ്ത് ഈസ് 1.25 ടൈംസ് ഓഫ് വിഡ്ത്ത്? വിഡ്ത്തിൻ്റെ 1.25 ടൈം ആണെങ്കിലോ? ഇഫ് ദ വിഡ്ത്ത് ഈസ് 1 സെൻറ്റിമീറ്റർ ദ ലെങ്ത് ഈസ് 1/4 സെൻറ്റിമീറ്റർ. ഇഫ് ദ വിഡ്ത്ത് ഈസ് 2 സെൻറ്റിമീറ്റേഴ്സ് ദ ലെങ്ത് ഈസ് 2.5 സെൻറ്റിമീറ്റേഴ്സ്. സ്റ്റിൽ വി ഹാവിൻ ഗോട്ട് റിഡ് ഓഫ് ഫ്രാക്ഷൻസ്. നമുക്കിവിടെ കിട്ടുന്ന ഇപ്പോൾ എന്താണ്? ഫ്രാക്ഷൻസ് ആണ്. നൗ ഇഫ് വിഡ്ത്ത് ഈസ് 4 സെൻറ്റിമീറ്റർ വാട്ട് വുഡ് ബി ദ ലെങ്ത്? വിഡ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും? സോ ഇൻ ഓൾ സച്ച് റെക്റ്റാങ്കിൾസ് ദ വിഡ്ത്ത് ആൻഡ് ദ ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 4:5. ഇതിനകത്തെല്ലാം ഏത് റേഷ്യോയിലാണ് ഇത് വന്നിരിക്കുന്നത്? 4:5 എന്നുള്ള റേഷ്യോയിലാണ്
വന്നിരിക്കുന്നത്. ഡു യു നോട്ടീസ് അനദർ തിങ് ഇൻ ഓൾ ദീസ്? ഇതിനകത്തെല്ലാം നിങ്ങൾ വേറെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? If we stretch or shrink both width and length by the same factor, the ratio is not changed. നമ്മൾ ഇതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും മാറ്റുന്ന അനുസരിച്ച് ഇതിൻ്റെ റേഷ്യോ മാറുന്നുണ്ടോ? ഇല്ല. ഫോർ എക്സാമ്പിൾ ലുക്ക് അറ്റ് ദിസ് ടേബിൾ. ഈ ടേബിൾ നോക്കിയേ. ഇവിടെ വിഡ്ത്ത് 3 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ഇവിടെ എത്രയാണ്? 9 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ റേഷ്യോ എങ്ങനെയാണ്? 1:3. ഇവിടെ 6 ആകുമ്പോൾ ഇവിടെ 18 ആണ്. ഇവിടെയും എത്ര തന്നെയാണ്? ഇവിടെ 6നെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3 കിട്ടും. 1:3 ആണ്. ഇവിടെ 1ഉം 3യും നേരിട്ട് 1ഉം 3 ആണ് തന്നിരിക്കുക. അപ്പോൾ 1:3 ആണ്. ഇവിടെ ഹാഫും 1 and half-ഉം. ഹാഫ് എന്ന് പറയുന്നത് 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 and half എന്ന് പറയുന്നത് അതിൻ്റെ 3 മടങ്ങാണ്. ഇവിടെ 1 and half-ഉം 4 and half-ഉം വരും. അപ്പോൾ എങ്ങനെ തന്നെയാണ്? 1 and half-ന്റെ 3 മടങ്ങാണ് 4 and half. അപ്പോൾ റേഷ്യോ എങ്ങനെ തന്നെയായിരിക്കും? 1:3 എന്നുള്ള റേഷ്യോയിലായിരിക്കും വരുന്നത്. ഇൻ ഓൾ ദീസ് ദ ലെങ്ത് ഈസ് 3 times ഓഫ് ദ വിഡ്ത്ത്. ഇതെല്ലാം ലെങ്ത് എന്ന് പറയുന്നത് വിഡ്ത്തിൻ്റെ 3 മടങ്ങാണ്. ഓർ ദ റിവേഴ്സ്, ദ ലെങ്ത് ഈസ് 1/3 ഓഫ് ദി വിഡ്ത്ത്. അല്ല, തിരിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിലോ ലെങ്തിൻ്റെ 1/3 വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇൻ ടേംസ് ഓഫ് റേഷ്യോ വി സേ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 1:3 ഓർ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 3:1. ഇവിടെ ലെങ്ത് ആണ് ആദ്യം പറയുന്നതെങ്കിൽ ലെങ്തിൻ്റെ റേഷ്യോ ആദ്യം എഴുതുക. ഇവിടെ വിഡ്ത്ത് ആണ് ആദ്യം പറയുന്നതെങ്കിൽ വിഡ്ത്തിൻ്റെ റേഷ്യോ ആദ്യം എഴുതുക. ഓക്കെ, അത്രയും ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ദ റേഷ്യോ ഇൻ ദ ടേംസ് വി സേ വിഡ്ത്ത് ആൻഡ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്തിൻ്റെ റേഷ്യോ ആദ്യം എഴുതിയിട്ട് അതിനുശേഷം ലെങ്തിൻ്റെ റേഷ്യോ എഴുതുക. നെക്സ്റ്റ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ലെങ്ത്തിൻ്റെ റേഷ്യോ ആദ്യം എഴുതിയിട്ട് വിഡ്ത്തിൻ്റെ നമ്പർ എഴുതുക. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുകയാണ്. നോക്കാം നമുക്ക്. For all rectangles of dimensions given below, state the ratio of width to length using the least possible counting numbers. Least possible counting numbers വെച്ച് ഇത് റേഷ്യോ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇതിൻ്റെ റേഷ്യോ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലേ. വിഡ്ത്ത് 8 സെൻറ്റിമീറ്ററും ലെങ്ത് 10 സെൻറ്റിമീറ്ററും. ആൻസർ എത്ര വരും? ഓക്കെ, ആദ്യത്തെ ഒരു കണക്കായതുകൊണ്ട് ടീച്ചർ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. വിഡ്ത്ത് 8 സെൻറ്റിമീറ്റർ, ലെങ്ത് 10 സെൻറ്റിമീറ്റർ. റേഷ്യോ ഈക്വൽസ് ആദ്യം എന്ത് ചെയ്യുക? രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 2 കൊണ്ടാണ്. 8/2 4, 10/2 5. റേഷ്യോ എന്ന് പറയുന്നത് എന്തായിരിക്കും? 4:5 ആണ് ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, വിഡ്ത്ത് 8 മീറ്റേഴ്സ്, ലെങ്ത് 12 മീറ്റേഴ്സ്. എങ്ങനെ ചെയ്യാൻ പറ്റും? ഓക്കെ, അടുത്തതിൽ വിഡ്ത്ത് 8 മീറ്ററും ലെങ്ത് 12 മീറ്ററും ആണ്. 8നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 4 കിട്ടും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 6ഉം കിട്ടും. ഇനി ഇതിന് 4നെയും 6നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3യും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എത്രയാണ് വരുന്നത്? റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏറ്റവും ലീസ്റ്റ് ഫോമിൽ വേണം നമ്മൾ എഴുതാനായിട്ട്. നെക്സ്റ്റ്, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിഡ്ത്ത് 20 സെൻറ്റിമീറ്റർ, ലെങ്ത് 1 മീറ്റർ. ഇവിടെ ഒരെണ്ണം സെൻറ്റിമീറ്ററിലും വേറെണ്ണം മീറ്ററിലുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ 1 മീറ്ററിനെ കൂടി നമ്മൾ 100 സെൻറ്റിമീറ്റർ ആക്കിയതിന് ശേഷം വേണം ചെയ്യാൻ. എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ നോക്കുക, വിഡ്ത്ത് 20 സെൻറ്റിമീറ്റർ, ലെങ്ത് 1 മീറ്റർ. 1 മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 1 മീറ്റർ ഈക്വൽസ് 100 സെൻറ്റിമീറ്റർ. ഇവിടെ നമ്മൾ 20യെ 20 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. 20 ഡിവൈഡഡ് ബൈ 20 എത്രയാണ്? 1. നെക്സ്റ്റ് 100 ഡിവൈഡഡ് ബൈ 20 എത്രയാണ്? 5 ടൈംസ് അല്ലേ. 5 കിട്ടി. റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? അപ്പോൾ 1:5 ആയിരിക്കും. റേഷ്യോ എത്രയാണ്? 1:5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിഡ്ത്ത് 40 സെൻറ്റിമീറ്റേഴ്സ്, ലെങ്ത് 1 മീറ്റർ. വിഡ്ത്ത് 40 സെൻറ്റിമീറ്റർ, ലെങ്ത് 1 മീറ്ററും ആണ് തന്നിരിക്കുന്നത്. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വിഡ്ത്ത് 40 സെൻറ്റിമീറ്റർ, ലെങ്ത് 1 മീറ്റർ. 1 മീറ്ററിനെ നമ്മൾ 100 സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഇതിനെ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 20 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലേ. 40 ഡിവൈഡഡ് ബൈ 20 എത്രയാണ്? 2 ആണ്. 100 ഡിവൈഡഡ് ബൈ 20 5 ആണ്. റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2:5 അല്ലേ. 2:5 ആണ് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വിഡ്ത്ത് 1.5 സെൻറ്റിമീറ്റേഴ്സ്, ലെങ്ത് 2 സെൻറ്റിമീറ്റേഴ്സ്. റേഷ്യോ കണ്ടുപിടിക്കാമല്ലോ. ഇവിടുത്തെ നോക്കുക, വിഡ്ത്ത് 1.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ പോയിന്റ് മാറ്റാനായിട്ട് നമ്മൾ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഒരു പോയിന്റിന് ശേഷം ഒരു നമ്പറല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പോൾ ഇതിൻ്റെ പോയിന്റ് മാറും. 1.5 ഇൻറ്റു 10 ദാറ്റ് ഈസ് ഈക്വൽസ് 15. അതുപോലെ തന്നെ ഈ 2-നെയും നമ്മൾ ഇതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഷ്യോ കറക്റ്റ് ആകാൻ വേണ്ടി ഈ 2-നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ഇൻറ്റു 10 എത്രയാണ്? 20. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാണ്? 5 ആണ്. അപ്പോൾ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. 20യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കിട്ടും. റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 3:4 ആണ് ഇവിടുത്തെ റേഷ്യോ. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് പേജ് നമ്പർ 120-ലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദി ടേബിൾ ബിലോ 2 ഓഫ് ദി വിഡ്ത്ത്, length and their ratio of some rectangles are given. Calculate the third and fill up the table. ഓക്കെ, ഇവിടെ വിഡ്ത്തും ലെങ്ത്തും റേഷ്യോയാണ് 3 കോളത്തിൽ തന്നിരിക്കുന്നത്. ഇതിൽ ചില നമ്പേഴ്സൊക്കെ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്മളോട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുക, വിഡ്ത്ത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 6 സെൻറ്റിമീറ്റർ ആണ്. ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 6/2 ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ദെൻ 8/2 ചെയ്യുമ്പോൾ 4 കിട്ടും. റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 3:4 എന്നുള്ളതാണ് ഫസ്റ്റ് 6ഉം 8ഉം തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 ആണ്. വിഡ്ത്ത് തന്നിട്ടുണ്ട്, 3:4 റേഷ്യോയും തന്നിട്ടുണ്ട്. ഇവിടെ അപ്പോൾ എത്രയായിരിക്കും? അത് കണ്ടെത്താനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഫസ്റ്റ് നമ്പറിന്, അതായത് 3യും 3:4 അല്ലേ നമുക്ക് തന്നിരിക്കുന്നത്. ലെങ്ത്തും തന്നിട്ടുണ്ട്, 3:4 എന്നുള്ള റേഷ്യോയും തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഇത് ഫസ്റ്റ് ഈ നമ്പരും ഈ റേഷ്യോയിലെ ഫസ്റ്റ് നമ്പരും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3/3 ഇൻറ്റു, എന്നിട്ട് അടുത്ത ഈ രണ്ടാമത്തെ റേഷ്യോയിലെ നമ്പറിനെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3/3 എത്രയാണ്? അല്ലെങ്കിൽ 3/3 ചെയ്തിട്ട് 1 കിട്ടും. 1 ഇൻറ്റു 4 കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ 3 ഇൻറ്റു 4 എത്രയാണ്? 12. 12/3 എത്രയാണ്? 4. രണ്ടാണെങ്കിൽ നമുക്ക് സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വിഡ്ത്ത് എത്രയായിരിക്കും? ലെങ്ത്ത് 4 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 1ഉം തന്നിട്ടുണ്ട്, വിഡ്ത്ത് 1 തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടില്ല, റേഷ്യോ 3:4 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നിരിക്കുന്നത് 1 എഴുതുക, അതിനുശേഷം റേഷ്യോയുടെ ഫസ്റ്റ് നമ്പർ താഴെ എഴുതുക, 1/3 ഇൻറ്റു റേഷ്യോയുടെ രണ്ടാമത്തെ നമ്പർ എഴുതുക. അപ്പോൾ 1/3 ഇൻറ്റു 4, 1 ഇൻറ്റു 4 4, 3 താഴെ എഴുതുക. ദാറ്റ് ഈസ് 4/3 എന്നുള്ളത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റാനായിട്ട് 1 ആൻഡ് 1/3 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ഇവിടുത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് വിഡ്ത്ത് തന്നിട്ടില്ല, ലെങ്ത് തന്നിട്ടുണ്ട്, റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ടാമത്തെ നമ്പറാണ് അല്ലേ, ലെങ്ത്തിൻ്റെ നമ്പറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ റേഷ്യോയിലെ രണ്ടാമത്തെ നമ്പറുമായിട്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ 1/4 ഇൻറ്റു 3 വേണം ചെയ്യാനായിട്ട്. ഇത് ഇവിടെ ചെയ്തിട്ടുണ്ട്. 1/4 ഇൻറ്റു 3, 1 ഇൻറ്റു 3 3, 4ന് താഴേക്ക് അതുപോലെ തന്നെ എഴുതുക. 3/4 ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ 6 വിഡ്ത്തും തന്നിട്ടുണ്ട്, ലെങ്ത് 15 സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട്. റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 6നെയും 15നെയും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6/3 2 കിട്ടും. 15/3 5ഉം കിട്ടും. റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എത്രയായിരിക്കും വരേണ്ടത്? 2:5 ആണ് ഫിഫ്ത്ത് ആൻസർ വരുന്നത്. 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 വിഡ്ത്ത് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടില്ല, റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? 2/2 ഇൻറ്റു 5. 2/2 എത്രയാണ്? 1. 1 ഇൻറ്റു 5 5. അപ്പോൾ ഇവിടെ എത്രയാണ് ആൻസർ വരുന്നത്? 5 സെൻറ്റിമീറ്റർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിൽ വിഡ്ത്ത് 1 തന്നിട്ടുണ്ട്, 1 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടില്ല, 2:5 തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 1/2 ഇൻറ്റു 5. 1/2 ഇൻറ്റു 5 എന്ന് പറയുന്നത് ഇവിടെ ആൻസർ എത്ര വരും? 5/2 വരും. നെക്സ്റ്റ് നോക്കുക, വിഡ്ത്ത് തന്നിട്ടില്ല, ലെങ്ത് തന്നിട്ടുണ്ട്, റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 1/5 ഇൻറ്റു 2. 1/5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 2/5 ആയിരിക്കും ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു സേ ദാറ്റ് ദ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 1:1? വാട്ട് സോർട്ട് എ റെക്റ്റാങ്കിൾ ഈസ് ഇറ്റ്? ഓക്കെ, അതായത് 1:1 എന്ന് പറയുമ്പോൾ ലെങ്ത്തും വിഡ്ത്തും എത്ര തന്നെയായിരിക്കും? 1 ഒരേ നമ്പർ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ലെങ്ത് 1 ആണെങ്കിൽ വിഡ്ത്തും 1 ആയിരിക്കും. ലെങ്ത് 2 ആണെങ്കിൽ വിഡ്ത്ത് 2 ആയിരിക്കും. ഇങ്ങനെ വരുന്ന റെക്റ്റാങ്കിളിന് നമ്മൾ പറയുന്ന പേരെന്താണ്?
സ്ക്വയർ ആണ് അല്ലേ. വാട്ട് സോർട്ട് ഓഫ് എ റെക്ടാങ്കിൾ ഈസ് ഇറ്റ്? ദാറ്റ് ഈസ് എ സ്ക്വയർ. ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് അതർ ക്വാണ്ടിറ്റീസ്, വേറെയുള്ള അളവുകൾ. ദർ ആർ 2 ropes, the shorter 1/3 meter long and the longer 1/2 meter long. What is the ratio of their length? ഇതിൻ്റെ ലെങ്ത് തമ്മിലുള്ള റേഷ്യോ, ഫ്രാക്ഷനിലാണ് നമ്പേഴ്സ് തന്നിരിക്കുന്നത്, അപ്പോൾ ഇതിൻ്റെ ലെങ്ത് തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. വി ക്യാൻ ഡു ദിസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. വി ക്യാൻ ചെക്ക് ഹൗ മച്ച് ടൈംസ് 1/3 ഈസ് 1/2. 1/3 എത്ര, 1/2 എത്ര 1/3 ഉണ്ടെന്ന് നോക്കാം. 1/2 ഡിവൈഡഡ് ബൈ 1/3. നമുക്കറിയാം എന്ത് ചെയ്താൽ മതി, ഈ ഫ്രാക്ഷൻ്റെ ഡിവിഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആൻസർ എത്ര കിട്ടും? അപ്പോൾ ആൻസർ 3/2 ആണ് കിട്ടുന്നത്. അതായത് നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കുക എന്നുള്ളതല്ലേ. 1 × 3 3, 2 × 1 1, 2 × 1 2. So the length of the longer rope is 3/2 times that if the shorter. ഷോർട്ടറിനേക്കാൾ എത്ര മടങ്ങാണ്? 3/2 മടങ്ങാണ്. ദാറ്റ് ഈസ് 1.5 ടൈംസ്. ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 1.5 ടൈംസ് എന്ന് കിട്ടും. ഇഫ് ദ ലെങ്ത് ഓഫ് ദി ഷോർട്ടർ റോപ്പ് ഈസ് ടേക്കൻ ആസ് 1, the length of the longer is 1.5. if 2 then 3. ഇപ്പോൾ നമ്മൾ ഷോർട്ടർ 1 ആണ് എടുക്കുന്നതെങ്കിൽ വലുത് എത്രയായിരിക്കും? 1.5 ആയിരിക്കും. ഷോർട്ടർ 2 ആണ് എടുക്കുന്നതെങ്കിൽ വലുത് 3 ആയിരിക്കും. ഓക്കെ. സോ ദ ലെങ്ത് ഓഫ് ദ ഷോർട്ടർ ആൻഡ് ലോങ്ങർ റോപ്പ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 2:3. അപ്പോൾ ഷോർട്ടറും ലോങ്ങറും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയാണ്? 2:3 എന്നുള്ള റേഷ്യോയിലാണ് വന്നിരിക്കുന്നത്. We can also think in another manner. As in the case of width and length of rectangles, we can imagine the length to be stretched by the same factor and the ratio won't change. Suppose we double the length of each piece of rope, then the length of the shorter is 2/3 meter and that of the longer 1 meter. This doesn't remove fractions. By what factor should we stretch to get rid of fractions? How about 6? 6 times 1/3 is 2. Okay. 6 times 1/2 is 3. The shorter is now 2 meters and the longer is 3 meters. So the ratio is 2/3. നേരത്തെ നമ്മൾ പറഞ്ഞു റേഷ്യോ ഒരു കാരണവശാൽ നമ്മൾ എന്തിൽ പറയുന്നില്ല, ഫ്രാക്ഷനിൽ പറയാറില്ല. കൗണ്ടിങ് നമ്പേഴ്സിൻ്റെ ലീസ്റ്റ് നമ്പേഴ്സിലാണ് പറയുന്നത് അല്ലേ. അപ്പോൾ 2:3 എന്നുള്ളതായിരിക്കും ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത്. ദർ ഈസ് എറ്റ് അനദർ വേ വി ക്യാൻ റൈറ്റ്. വേറെ രീതി നമുക്ക് എങ്ങനെ എഴുതാം? 1/3 ഈക്വൽസ് 2/6, 1/2 ഈക്വൽസ് 3/6. ദാറ്റ് ഈസ് വി ക്യാൻ തിങ്ക് ഓഫ് ദി ഷോർട്ടർ റോപ്പ് ആസ് മെയ്ഡ് അപ്പ് ഓഫ് 2 pieces ഓഫ് 1/6 meters. അതായത് 1/6 metersൻ്റെ 2 പീസസ് ചേർന്നായിരിക്കും ഒരു 1/3 വരുന്നത്. ഈച്ച് ഹാൻഡ് ദ ലോങ്ങർ വൺ ഹാസ് 3 ഓഫ് ദി സെയിം. ലോങ്ങർ വണ്ണ് ഇതിൻ്റെ 3 ഇതായിരിക്കും. 1/6 meters. ഇൻ ദിസ് വേ ഓൾസോ വി ക്യാൻ കാൽക്കുലേറ്റ് ദ റേഷ്യോ 2:3. നൗ ലുക്ക് അറ്റ് ദിസ് പ്രോബ്ലം. ടു ഫിൽ എ ക്യാൻ we need only half the water in the bottle. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം നമുക്ക്. അതായത് ഒരു ക്യാനിൽ പകുതി മാത്രമേ വെള്ളം നിറയ്ക്കാൻ പറ്റുകയുള്ളൂ. നെക്സ്റ്റ് പേജ് നമ്പർ 122. ടു ഫിൽ എ ലാർജർ ക്യാൻ വി നീഡ് 3/4 ഓഫ് ദി ബോട്ടിൽ. വലിയൊരു ക്യാൻ നിറയ്ക്കാൻ നമുക്ക് ഇതിൻ്റെ 3/4 ബോട്ടിൽ വേണ്ടി വരും. വാട്ട് ഈസ് ദ റേഷ്യോ of the volume of the smaller can to be the larger can. ഇതിൻ്റെ സ്മോളർ ക്യാനും ലാർജർ ക്യാനും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹിയർ വി ക്യാൻ റൈറ്റ്. എങ്ങനെ എഴുതാം? 1/2 ഈക്വൽസ് 2/4. 1/2നെ നമുക്ക് എത്രയെന്ന് എഴുതാം? 2/4ന് ഈക്വൽ ആണല്ലോ. സോ ഇഫ് വി പോർ 1/4 ഓഫ് ദ ബോട്ടിൽ 2 times, അതായത് 3 quarters നിറയ്ക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 കാൽഭാഗങ്ങൾ അല്ലേ. അപ്പോൾ ഇഫ് വി പോർ 1/4 ഓഫ് ദ ബോട്ടിൽ 2 times, 2 പ്രാവശ്യം 1/4 എടുക്കുമ്പോൾ എത്രയാകും? വി ക്യാൻ ഫിൽ ദ സ്മോളർ ക്യാൻ. നമുക്ക് ഇതിൻ്റെ സ്മോളർ ക്യാൻ, അതായത് ഹാഫ് എന്നുള്ള ക്യാൻ 2/4 നിറയ്ക്കാൻ സാധിക്കും. ഫിൽ ദ ലാർജർ ക്യാൻ 1/4 ഓഫ് ദ ബോട്ടിൽ ഷുഡ് ബി പോർഡ് 3 times. 1/4 എത്ര പ്രാവശ്യം നിറയ്ക്കണം? 3 പ്രാവശ്യം നിറയ്ക്കണം. സോ ദ വോളിയം ഓഫ് ദ സ്മോളർ ആൻഡ് ലാർജർ ക്യാൻസ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് 2:3. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം?
1/4 2 പ്രാവശ്യം നിറയ്ക്കുമ്പോഴത്തേക്ക് ചെറിയ ജാറ് നിറയും. 1/4 3 പ്രാവശ്യം നിറയ്ക്കുമ്പോൾ വലിയ ക്യാനും നിറയും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2:3 ആണ്. അനദർ പ്രോബ്ലം, വേറൊരു പ്രോബ്ലം നോക്കിയാലോ. രാജു ഹാസ് 200 rupees with him and Rahim has 300. What is the ratio of the money രാജു ആൻഡ് റഹീം ഹാവ്? രാജുവിൻ്റെ കയ്യിൽ 200 രൂപയും റഹീമിൻ്റെ കയ്യിൽ 300 രൂപയുണ്ട്. ഇവരുടെ റേഷ്യോ എന്താണ്? 2:3 അല്ലേ? ഇഫ് യു ഇമാജിൻ ബോത്ത് ടു ഹാവ് ദിസ് എമൗണ്ട് ഇൻ ടു 100 rupee നോട്ട്സ്, ഇത് എല്ലാവരുടെ കയ്യിലും ഉള്ളത് 100 രൂപയുടെ നോട്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദെൻ രാജു ഹാസ് 2 notes ഓഫ് റഹീം 2 notes ആൻഡ് റഹീം 3 notes. രാജുവിൻ്റെ കയ്യിൽ 100ൻ്റെ 2 നോട്ടും കാണും, റഹീമിൻ്റെ കയ്യിൽ 100ൻ്റെ 3 നോട്ടും കാണും. സോ ദ റേഷ്യോ എത്രയാണ്? 2:3. ലെറ്റ്സ് ചേഞ്ച് ദ പ്രോബ്ലം സ്ലൈറ്റ്ലി ആൻഡ് സപ്പോസ് രാജു ഹാസ് 250 rupees ആൻഡ് റഹീം 350 rupees. ഇതിന് കുറച്ച് മാറ്റം വരുത്തി രാജുവിൻ്റെ കയ്യിൽ 250 രൂപയും റഹീമിൻ്റെ കയ്യിൽ 350 രൂപയുമാണെങ്കിലോ, ഇഫ് വി തിങ്ക് ഓഫ് ദി എമൗണ്ട് ഇൻ ടേംസ് 50 rupees നോട്ട്സ്, ദെൻ രാജു ഹാസ് 5 ആൻഡ് റഹീം ഹാസ് 7. 50 രൂപയുടെ നോട്ടാണ് രാജുവിൻ്റെയും റഹീമിൻ്റെയും കയ്യിലിരിക്കുന്നതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിൻ്റെ റേഷ്യോ എത്രയാണ്? 5:7 ആയിരിക്കും. അതായത് രാജുവിൻ്റെ കയ്യിൽ 5 50 രൂപ നോട്ടുകളും കാണും, റഹീമിൻ്റെ കയ്യിൽ 7 50 രൂപ നോട്ടുകളും കാണും. വാട്ട് ഇഫ് ദ എമൗണ്ട് ആർ 225 ആൻഡ് 325 rupees? ഇവരുടെ കയ്യിൽ 225ഉം 325 rupeesഉം ആണെന്നുണ്ടെങ്കിലോ, ഇമാജിൻ ഈച്ച് എമൗണ്ട് ആസ് പാക്കറ്റ്സ് ഓഫ് 25 rupees. ഓരോന്നും 25ൻ്റെ പാക്കറ്റുകളാക്കി മാറ്റുക. രാജു ഹാസ് 225 ഡിവൈഡഡ് ബൈ 25 9 പാക്കറ്റ്സ് ആൻഡ് റഹീം ഹാസ് 325 ഡിവൈഡഡ് ബൈ 25 ദാറ്റ് ഈസ് ഈക്വൽസ് 13 പാക്കറ്റ്സ്. അപ്പോൾ ദ റേഷ്യോ ഈസ് എത്രയായിരിക്കും? ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 9:13 ആയിരിക്കും റേഷ്യോ എന്ന് പറയുന്നത്. ലെറ്റ്സ് ലുക്ക് അറ്റ് വൺ മോർ പ്രോബ്ലം. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാം. ഇൻ എ ക്ലാസ് ദർ ആർ 25 ഗേൾസ് ആൻഡ് 20 ബോയ്സ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ഗേൾസ് ടു ദ നമ്പർ ഓഫ് ബോയ്സ്? ബോയ്സിൻ്റെ നമ്പർ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? ഇഫ് യു സ്പ്ലിറ്റ് ദ ഗേൾസ് ആൻഡ് ബോയ്സ് സെപ്പറേറ്റ്ലി ഇൻ ടു ഗ്രൂപ്പ്സ് ഓഫ് 5, ഈ ബോയ്സിനെയും ഗേൾസിനെയും നമ്മൾ 5 പേരുള്ള ഗ്രൂപ്പാക്കി മാറ്റിക്കഴിഞ്ഞാൽ ദർ വിൽ ബി 5 ഗ്രൂപ്പ്സ് ഓഫ് ഗേൾസ് ആൻഡ് 4 ഗ്രൂപ്പ്സ് ഓഫ് ബോയ്സ്. സോ ദ റേഷ്യോ ഈസ് 5:4. അപ്പോൾ 5 കുട്ടികളുള്ള 5 പേരുള്ള 5 ഗ്രൂപ്പാക്കാം 25-നെ, 20-നെയോ 5 പേരുള്ള 4 ഗ്രൂപ്പാക്കാം. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5:4 ആയിരിക്കും ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് പേജ് നമ്പർ 123 അടുത്ത് പറയുന്നത്, ഇൻ ദിസ് വേ കാൽക്കുലേറ്റ് ദ റിക്വയർഡ് റേഷ്യോസ് ആൻഡ് റൈറ്റ് ദം യൂസിങ് ദ ലീസ്റ്റ് പോസിബിൾ കൗണ്ടിങ് നമ്പേഴ്സ് ഇൻ ദീസ് പ്രോബ്ലംസ്. താഴെ കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ ചെയ്ത് നോക്കാം. ഇതിൽ ഫസ്റ്റ് പ്രോബ്ലം, ഓഫ് 2 pencils the shorter is of length 6 centimeters and the longer 9 centimeters. What is the ratio of the lengths of the shorter and the longer pencil? ചെറിയ പെൻസിലിൻ്റെ നീളം 6 സെൻറ്റിമീറ്ററും വലിയ പെൻസിലിൻ്റെ നീളം 9 സെൻറ്റിമീറ്ററുമാണ്. ഇനി ഇത് തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്ന്, ലെങ്തും ഈ 2 പെൻസിലിനും ചെറിയ പെൻസിലും വലിയ പെൻസിലും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എങ്ങനെ കണ്ടെത്താൻ നോക്കാം. ഫസ്റ്റ്, ലെങ്ത് ഓഫ് ദി ഷോർട്ടർ പെൻസിൽ എത്രയാണ്? 6 സെൻറ്റിമീറ്റർ. ലെങ്ത് ഓഫ് ദി ലോങ്ങർ പെൻസിൽ, ഇവിടെ ഞാൻ ലെങ്ത് എന്ന് എഴുതിയിട്ടില്ല, ഡിറ്റോ മാർക്ക് ഇട്ടതേ ഉള്ളൂ. ലെങ്ത് ഓഫ് ദി ലോങ്ങർ പെൻസിൽ എത്രയാണ്? 9 സെൻറ്റിമീറ്റർ. ഇനി ഇതിൻ്റെ റേഷ്യോ കാണാനായിട്ട് എന്ത് ചെയ്യണം? ആദ്യം ഇതിലും 2ലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 3 കൊണ്ടാണ് അല്ലേ? 6നെയും 9നെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 3 ആണ്. അതുകൊണ്ട് ആദ്യം 6 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2 കിട്ടും. പിന്നീട് 9 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 2:3 ആണ് റേഷ്യോ എന്ന് പറയുന്നത്. ഷോർട്ടർ പെൻസിലും ലോങ്ങർ പെൻസിലും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 2:3. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ എ സ്കൂൾ ദർ ആർ 120 boys and 140 girls. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി നമ്പർ ഓഫ് ബോയ്സ് ടു ദി നമ്പർ ഓഫ് ഗേൾസ്? ഒരു സ്കൂളിലെ ആൺകുട്ടികളുടെ എണ്ണം 120ഉം പെൺകുട്ടികളുടെ എണ്ണം 140ഉമാണ്. ഇവർ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് നോക്കാം. സെക്കൻഡ് ആൻസർ, ബോയ്സ് 120, ഗേൾസ് 140. അപ്പോൾ രണ്ടിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 120 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 6 കിട്ടും. അതായത് 0 0 ആദ്യം ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ 12ഉം
2 തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 6 കിട്ടും. നെക്സ്റ്റ് ഇവിടെ ഗേൾസിനെ 140 നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 140 ഡിവൈഡഡ് ബൈ 20 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 7 കിട്ടും. ഇവിടുത്തെ റേഷ്യോ അപ്പോൾ എത്രയാണ്? 6:7. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ. 96 women and 144 men attended a meeting. Calculate the ratio of the number of women to the number of men. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും തന്നിട്ടുണ്ട്. ഇതിൻ്റെ റേഷ്യോ കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് നോക്കാം. വിമൻ 96, മെൻ 144. അപ്പോൾ രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 96 ഡിവൈഡഡ് ബൈ 4 നമുക്ക് എത്ര കിട്ടും? 24 കിട്ടും. 144 ഡിവൈഡഡ് ബൈ 4 36 കിട്ടും. വീണ്ടും ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 24 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. 36 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 9 കിട്ടും. ഇനി ഇതിനെ രണ്ടിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ എത്രയാണ്? 6ഉം 9ഉം വരുന്ന 3യുടെ ടേബിളിലാണ് അല്ലേ? അപ്പോൾ 6 ഡിവൈഡഡ് ബൈ 3 2 കിട്ടും. 9 ഡിവൈഡഡ് ബൈ 3 3 കിട്ടും. റേഷ്യോ അപ്പോൾ എത്രയാണ്? 2:3 ആണ് ഇവിടെ വരുന്ന റേഷ്യോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When the sides of a rectangle were measured using a string, the width was 1/4 of the string and the length 1/3 of the string. What is the ratio of the width to length? ഇവിടെ ഒരു ഫ്രാക്ഷനിലാണ് തന്നിരിക്കുന്നത്. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും ഒരു ചരട് ഉപയോഗിച്ച് അളന്ന് നോക്കിയപ്പോൾ ഒരെണ്ണം വിഡ്ത്ത് വന്നിട്ട് 1/4ഉം ലെങ്ത് വന്നിട്ട് 1/3 ആയിരുന്നു. ഇതിൻ്റെ റേഷ്യോ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ചെയ്ത് നോക്കാം. വിഡ്ത്ത് ഈക്വൽസ് 1/4. ഈ 1/4നെയും ലെങ്ത് 1/3 ഇതിനെ രണ്ടിനെയും നമുക്ക് നോർമൽ നമ്പർ ആക്കാൻ വേണ്ടി രണ്ടിനെയും ഈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് 3 × 4 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും. 3 × 4 12 കിട്ടും. ഓക്കെ. അപ്പോൾ 1/4 × 12 ചെയ്യുക, 1/3 × 12ഉം ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ? 1/4 × 12 3 കിട്ടും. 1/3 × 12 4ഉം കിട്ടും. ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 3:4 ആണ് ഇവിടെ വരുന്ന റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഫിൽ എ ലാർജർ ബോട്ടിൽ 3.5 glasses of water are needed and to fill a smaller bottle 2.25 of glasses are needed. What is the ratio of the volumes of the large and small bottles? ലാർജ് ബോട്ടിലും സ്മോൾ ബോട്ടിലും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലാർജ് ബോട്ടിൽ കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് 3.5 ഗ്ലാസും ചെറിയ ബോട്ടിൽ കൊള്ളുന്നത് 2.25 ഗ്ലാസുമാണ്. എന്നിട്ട് ഇതിൻ്റെ വോളിയത്തിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കണ്ടുപിടിക്കാം. ഫസ്റ്റ് ലാർജർ ബോട്ടിൽ 3.5 ആണ്. ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 3.5 എന്ന് പറയുമ്പോൾ എത്രയാണ്? മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന് മാറ്റാനായിട്ട് 3 × 2 + 1. അതാണ് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. 3 × 2 + 1. അത് ഡിനോമിനേറ്ററും ഹോൾ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 7/2 കിട്ടും. ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതുക. ഓക്കെ. മിക്സഡ് ഫ്രാക്ഷൻ വരുമ്പോൾ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് ഇങ്ങനെയാണ്. സ്മോളർ ബോട്ടിലും അതുപോലെ തന്നെ 2 and 1/4 ആണ്. അപ്പോൾ 2നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 8 കിട്ടും. 8 + 1 9. 9/4 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ. ഇനി ഇതിനെ എന്ത് ചെയ്യണം? നോർമൽ ഫ്രാക്ഷനെ നോർമൽ നമ്പറിലേക്ക് മാറ്റണം. അതിനെന്താണ് ചെയ്യേണ്ടത്? ഈ ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക ആദ്യം. 2 × 4 എത്രയാണ്? 8 വരും അല്ലേ? അപ്പോൾ 7/2 × 8 ആദ്യം ചെയ്ത് നോക്കുക. 7/2 × 8 ചെയ്യുമ്പോൾ 2ഉം 8ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 4 വരും. 7 × 4 28. ഇനി 9/4 × 8 ചെയ്യുമ്പോഴോ ഈ 4ഉം ഈ 8ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും ഇവിടെ. 9 × 2 18ഉം വരും. ഓക്കെ. ഇനി എന്താണ് ചെയ്യേണ്ടത്? 28നെയും 18നെയും ഏത് നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 2 കൊണ്ടാണ് അല്ലേ? 28 ഡിവൈഡഡ് ബൈ 2 ഈക്വൽസ് 14. 18 ഡിവൈഡഡ് ബൈ 2 ഈക്വൽസ് 9. ഇനി ഏതെങ്കിലും നമ്പർ പറ്റുമോ ഇതിന് രണ്ടിനും കോമൺ ആയിട്ടുള്ളത്? ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 14:9 ആണ്. ഓക്കെ. അപ്പോൾ ക്ലാസ് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം നന്നായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ഓക്കെ, താങ്ക് യു.